എൻ്റെ യൗവനകാലത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സൺഡേ സ്കൂളിൽ പോലും പോകാനായിട്ടോ അങ്ങനെയുള്ള ഒരു ഇതും എനിക്കുണ്ടായിട്ടില്ല. കാരണം കുറച്ച് ഞങ്ങൾ താമസിച്ച ടൗണിലാണ്. ടൗണിൽ വേറൊരു സ്ഥലത്തായിട്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയും കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ 17-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഹീറോ ആയി മാറി. ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അനുസരിക്കാതെ ലോകത്തിൻ്റെ എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതെല്ലാം തേടി നടക്കുന്നതായ ഒരവസ്ഥ. ഇവിടെ എൻ്റെ ഉഴപ്പ് എല്ലാം കണ്ടപ്പോഴത്തേക്കിന് എൻ്റെ അമ്മയുടെ ആങ്ങള പറഞ്ഞു, ഞാനിവനെ അങ്ങ് എറണാകുളത്തിന് കൊണ്ടുപോവുകയാണെന്ന്. അങ്ങനെ എറണാകുളത്ത് അമ്മാച്ചൻ്റെ കടയിൽ പോയി 4 വർഷക്കാലം അത് ആ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ എന്തെല്ലാം അതിക്രമങ്ങൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിച്ച് രാത്രിയിൽ എല്ലാ ദിവസവും സിനിമയ്ക്കും പോയി ആകപ്പാടെ ജീവിതം നരകിച്ച ഒരു കാലം. അങ്ങനെ അവിടുന്ന് തിരിച്ച് അമ്മാച്ചനോട് പറഞ്ഞു അവനെ തിരിച്ച് ഇവിടെ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്ന് എൻ്റെ കൂട്ടുകാരുമൊത്ത് ഏതെല്ലാം വഴി പോകാൻ പറ്റുമോ, എങ്ങനെയെല്ലാം കള്ളു കുടിക്കാൻ പറ്റുമോ, കള്ളുകൂടിയും സിഗരറ്റ് വലിയല്ല എൻ്റെ ഒരു ബലഹീനതയായിരുന്നു. കള്ളു കുടിച്ച് കഴിയുമ്പോഴത്തേക്കിന് തോന്നുക കൊടൈക്കനാൽ പോകണം തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ബൈക്കും എടുത്ത് 5-6 ബൈക്ക് പിള്ളേരെല്ലാവരും കാണും. നേരെ അവിടുന്ന് യാത്രയാകും. കുട്ടിക്കാനം എത്തുമ്പോഴത്തേക്കിന് നല്ല തണുപ്പടിച്ച് കഴിയുമ്പോഴത്തേക്കിന് വീടിനെ പറ്റി ഓർമ്മ വരും. തിരിച്ച് അവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെല്ലാവരും ഫ്രണ്ടിൽ എന്നെ കാത്തിരിപ്പുണ്ടാവും. രാത്രി 1 മണി 2 മണി സമയം. അങ്ങനെ കഴിഞ്ഞതായ കാലങ്ങൾ, ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്ന ആ കാലത്താണ് ഭാഗ്യവശാൽ എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഞങ്ങൾ കോതമംഗലം എന്നൊരു ദേശം തേടിപ്പോയതല്ല, അവിടെ ബാവായുണ്ട്, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് ഞാനല്ല എൻ്റെ ഭാര്യ പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ ചെല്ലുന്നു. കോതമംഗലം ദേശം നല്ല ദേശമായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഇതെല്ലാം കിട്ടി. ആദ്യം 2 കുട്ടികൾ, ഞങ്ങൾ ചെറിയ സ്കൂൾ തുടങ്ങി, 2 കുട്ടികൾ വന്നു, അല്ലാതെ കൂടുതലൊന്നുമില്ല. അപ്പോൾ കഴിയാൻ വഴിയില്ലാതെ വന്നപ്പോഴത്തേക്കിന് അവളുടെ സ്വർണ്ണങ്ങൾ ഓരോന്നായിട്ട് വിറ്റു. പിന്നെ വിൽക്കാനൊന്നുമില്ല. പക്ഷേങ്കിൽ സ്വർഗത്തിലെ ദൈവം അന്ന് എന്തോ കൃപ തോന്നി ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നെന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഭാഗ്യവശാൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വന്ന് പറഞ്ഞൊരു കൊച്ചിനെ ചേർത്തപ്പോൾ പറഞ്ഞു, ഇവിടെ കോരഞ്ചേരിയിലൊരു മീറ്റിംഗ് ഇങ്ങനെ ഉണ്ട്, ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു പ്രയർ മീറ്റിങ്ങിന് പോയി. അത് ഭാഗ്യമായി പോയി. അന്ന് മുതൽ ഇന്ന് വരെ സ്വർഗത്തിലെ ദൈവം നടത്തുന്നു. ഞാൻ ഈ കൂട്ടായ്മയെ കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കൂട്ടായ്മയെ കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭാഗ്യമായി പോകുമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് എന്നെ ഒന്നുമല്ലായ്മയിൽ നിന്ന് കരം പിടിച്ചു വരുന്നൊരു കൂട്ടായ്മയാണിത്. ഈ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓർത്തു കഴിഞ്ഞാൽ, ഞാൻ അമൃത ഹോസ്പിറ്റലിൽ എൻ്റെ കാല് മുറിച്ച് കിടക്കുന്ന സമയത്ത് മരിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. ഈ കുറേ ദൈവമക്കൾ അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടാണ് ഞാൻ ആദ്യമായി ജീവിതത്തിലേക്ക് തിരിച്ച് കടന്നു വരുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ കടന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ എല്ലാ കാര്യത്തിലും സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ എനിക്കറിയാൻ പറ്റില്ല.
അതുകൊണ്ടാണ് അവിടെയല്ല ഇവിടെയല്ലാത്ത രീതിയിൽ പറയുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ രീതിയിലും എനിക്ക് 2 മക്കളെ തന്നു. മക്കൾ 2 പേരും നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ എനിക്ക് കൃപ കിട്ടി. അവർക്ക് നല്ല സ്ഥലത്തിരിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. അതിനിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത് ഒഴിച്ചാൽ എൻ്റെ ദൈവം വളരെ വലിയവനെന്ന് എനിക്കറിയാം. ദൈവം വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല എന്നും എനിക്കറിയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കി നടത്തുന്നു. ഇനിയുള്ള കാലം എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നടത്തുന്നു.